അല്ലെ മതവിദ്വേഷ പരാമർശ കേസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി സി ജോർജുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കേസിൽ പി സി ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ജനുവരി 5-നാണ് ഈ ചാനൽ ചർച്ചയ്ക്കിടെ ഈ മതവിദ്വേഷ പരാമർശം നടത്തിയത്. അങ്ങനെ ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരാണ് ഈ പരാതി നൽകിയതും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തുടർ നടപടികളൊക്കെ ഉണ്ടായത്. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിമാൻഡിലേക്ക് പോകുമ്പോൾ ചില നാടകീയ നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ പ്രായം പരിഗണിക്കണമെന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു പി സി ജോർജ് ഉയർത്തിയതെങ്കിൽ നിരന്തരമായി ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് കോടതിയും അടിവരയിട്ടത്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ പി സി ജോർജിനെ ICUവിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്ന് നോക്കാം. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സനോജ് സുരേന്ദ്രൻ നമ്മളോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ തത്സമയം ചേരുകയാണ്. സനോജ്, കോടതിയും ഒപ്പം തന്നെ പൊതുസമൂഹവും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് നിരന്തരമായി ഇങ്ങനെ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന വ്യക്തിക്കെതിരെ മാതൃകാപരമായ ഒരു ഇടപെടൽ നിയമ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, റിമാൻഡിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ആശങ്കയായി പി സി ജോർജ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? അസ്ദാസ്ത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം ആശങ്കയുണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാലാ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ രക്തസമ്മർദ്ദം കാണുകയും അതിനെ തുടർന്ന് പിന്നീട് കോടതിയിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ആരോഗ്യസ്ഥിതിയിൽ അല്പം പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് കോടതിയിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലെ സെല്ലിലേക്ക് അയക്കുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് അതായത് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ICUവിലാണ്. കാരണം രക്തസമ്മർദ്ദമുണ്ട്, അതുപോലെ തന്നെ ഷുഗറുണ്ട്, അങ്ങനെ പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ നിന്നും കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ICU കൊണ്ടുപോകുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകർ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ആശുപത്രിയിലുമുണ്ട്. എന്തായാലും പി സി ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം ആശങ്കയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. സനോജ്, കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട അത്തരം വിശദാംശങ്ങൾ കൂടി സനോജ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഈ മണിക്കൂറിൽ നമ്മളിങ്ങനെ കാണുന്നു, പക്ഷേ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ് പി സി ജോർജിനെതിരെ ഉള്ളത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി സനോജ്, കോടതിയുടെ ഇടപെടലടക്കം. തീർച്ചയായിട്ടും കോടതി ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി. കാരണം ഇത്തരത്തിൽ വിദ്വേഷകരമായ പരാമർശം നടത്തി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി അനുവദിച്ചില്ല. ജാമ്യം അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. 3 ദിവസത്തെ ഒളിവാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് 11 മണിയോടുകൂടി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ വേളയിൽ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. പോലീസിന് വേണ്ട തെളിവുകളെല്ലാം താൻ നേരിട്ട് ഹാജരാക്കാമെന്നും അദ്ദേഹം കോടതിക്ക് മുമ്പാകെ പറഞ്ഞു. എന്നാൽ കോടതി ഈ വാദം അംഗീകരിച്ചില്ല. കോടതി പോലീസിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വൈകുന്നേരം 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി അദ്ദേഹത്തെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ECGയിൽ അല്പം വേരിയേഷൻ ഉണ്ടാകുന്നു. തുടർന്നാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളുണ്ട്. കാരണം 35 വർഷക്കാലം MLA എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള വിദ്വേഷകരമായ പരാമർശമാണ് ഉണ്ടായത്. അതുകൊണ്ട് പി സി ജോർജിനെ പോലെ ഒരാൾക്ക് പൊതുപ്രവർത്തനത്തിൽ തുടരാൻ അർഹതയില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കോടതി അത്രമേൽ ഗൗരവമായി ഈ വിഷയത്തെ നോക്കിക്കണ്ടിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരമൊരു പരാമർശം ഉണ്ടായത്. അങ്ങനെ ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിലനിൽക്കുമ്പോൾ കീഴ്ക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യം ലഭിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ആ നിയമവ്യവസ്ഥയിൽ അതായത് അദ്ദേഹം പല വിധത്തിൽ ഈ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ നടത്തി. താനൊരു ഹൃദ്രോഗിയാണ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുണ്ട്, രാത്രി സമയങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടുകൂടിയാണ് താൻ കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി ഇത്തരത്തിൽ വിദ്വേഷകരമായ പരാമർശം നടത്തുന്ന ആൾക്ക് ഓക്സിജൻ നൽകേണ്ട സാഹചര്യമില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം
ജയിലിൽ കഴിയാനുള്ള വഴിയൊരുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ECG വേരിയേഷനിൽ ഉൾപ്പെടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവവികാസങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുൻകരുതൽ എന്ന നിലയിൽ പോലീസ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ വൈദ്യപരിശോധനയിലും ഇത്തരത്തിൽ വേരിയേഷൻ കണ്ടെത്തുകയും തുടർന്നാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അസിത. ശരി സനോജ്, എന്തായാലും വർഷ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. കേരളത്തിന്റെ ഈ ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇത്രമാത്രം വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രസ്താവന അത് ബോധപൂർവം നടത്തിയതാണ് എന്ന് തന്നെ കരുതണം. കാരണം ഇതൊരു തുടർച്ചയാണ്, ആദ്യമായി അല്ല എന്നുള്ളതാണ്. ഈ നേരത്തെയും രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട് PC ജോർജിനെതിരെ, അതടക്കം പോലീസ് ഇനി കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ അടക്കമുണ്ട്. അതെ.